പാട്ട് പോരെ ഈ ചാറ്റ് വായിച്ചിട്ട് ഒരാൾക്ക് റിപ്ലൈ ഒരു പാട്ട് കൂടി പാട്. സോളോ സോളോ മെൽവിൻ ഡോളോ ഡോളോ അത് പഞ്ച് വരുമ്പോ കഴിക്കാം നമുക്ക് മക്കളെ. ഡാൻസാ കർത്താവേ, നമുക്കൊരു പാട്ടോടെ അങ്ങ് അവസാനിച്ചാലാ. കർത്താവെ നീ കൽപ്പിച്ചപ്പോൾ നേരത്തെ വെച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല സോളാ സ്ട്രീം ചെയ്യാനാ പറഞ്ഞത് ചാറ്റ്. നോക്കട്ടെ ഇവന്റെ സ്ട്രീമിങ് കള്ളുപിടിച്ച് ഇവനെങ്ങനെ സ്ട്രീം ചെയ്യുന്നത് സംസാരിക്കാം. ദർശന ലവ് സ്റ്റോറി എന്തിനാ പറഞ്ഞല്ല പണ്ടാലമേ പറയിപ്പിക്കാൻ പറ്റുമോ? എല്ലാം പറഞ്ഞത്. ബാഡ് ബാഡ് ബാൻഡ് ബ്രാൻഡ് ഡാൻസാ ബ്രാൻഡ് അടിച്ച ബ്രാൻഡ് ഏതാന്ന്? ലെമോ ലെമോ അതേതാ? വൈറ്റ് അങ്ങനെ പറഞ്ഞ ഞാൻ അടിച്ചോളൂ. ഇന്നലെ ഉച്ചക്ക് അടിച്ചാ വെള്ളം പോലത്തെ വോഡ്ക പോലത്തെ അല്ല മറ്റേ കളറാ വോഡ്ക അതടിക്കോളൂ. ഇനി ചാത്തത്തിന് അടിക്കൂല. റിമൂവ് എന്നാ പറഞ്ഞ എല്ലാരും. എൽഷിമിർ റിമൂവ്, ലവ് സ്റ്റോറി, BGMA. ലവ് സ്റ്റോറി, ഡാൻസ്. ഡാൻസ് വേണ്ട, ഡാൻസ് ഞാൻ കളിച്ച് നടുവ് സ്റ്റിക്കർ 7 മണിക്ക് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഷർട്ട് ഞാൻ രാത്രി ഫുഡ് ഉണ്ടാക്കുന്നു, എനിക്ക് നടു ഒട്ടും വയ്യ, ഞാൻ വീട്ടിൽ പൊക്കോട്ടോ എന്ന് ചോദിച്ചവനാ. ഞാൻ പറഞ്ഞു നീ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇവിടെ ഒന്ന് കിടന്നുറങ്ങിക്കോ, ആരെങ്കിലും നിന്റെ അന്വേഷിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ലൈവിൽ പോയത്. പിന്നെ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? അതെ, ഞാൻ ലൈവിൽ കയറുമ്പോ നല്ല ഇതിൽ ഇങ്ങനെ മുഖത്തൊന്നും നോക്കുന്നില്ല. ലേമോണ്ടൊന്നല്ല, പിന്നെ അതൊക്കെ കൂടിയ സാധനമാണ്. ഞാൻ ഒന്നും അടിക്കാറില്ല, കുറഞ്ഞ സാധനം അടിക്കോളൂ. അത് ലേമോ ലേമോ 300 രൂപ പൈഞ്ച്. 300 രൂപ പൈൻ്റാ? റാംബോ കൊടുത്തതാണോ ചോദിക്കുന്നത്. ഞാൻ നിനക്ക് മദ്യം തന്നിട്ടുണ്ട് ഇവിടെ? ഒരിക്കലും ഇല്ല ബ്രോ. എനിക്കതിന് തന്നെ ആവശ്യമില്ല. ഞാൻ അടിക്കണമെങ്കിൽ എന്റെ പൈസ അടിക്കും. ഒറ്റക്കടിക്കോളം അടിക്കണമെങ്കിൽ. സിറ്റുവേഷൻ നോർമൽ ആക്കാൻ വേണ്ടി നീ സ്ക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഊതി കൊടുക്ക് ക്യാമറയില്. സ്ക്രിപ്റ്റ് എനിക്ക് കണ്ടെന്ന് മനസ്സിലായില്ലേ വണ്ണങ്ങനെ. സ്ക്രിപ്റ്റ് ആണ് ചെറുതായിട്ടില്ല. ഞാൻ കള്ളു കുടിച്ചാലുണ്ടോ വെച്ചാൽ അത് കുടിച്ചിട്ടില്ല. സോറി. എന്തെങ്കിലും ഉറപ്പിക്കും ഇത് സ്ക്രിപ്റ്റ് ആണോ അല്ലയോ? നീ കള്ളു കുടിച്ചോ ഇല്ലയോ? എന്താ നീ എന്നെ വിളിക്കുന്നേ? സ്ക്രിപ്റ്റ് ആണോ അല്ലയോ പറ. അല്ല അല്ല അല്ല, സ്ക്രിപ്റ്റ് ഒന്നല്ല ബ്രോ. ഞാൻ സ്ക്രിപ്റ്റ് ആണ്, പക്ഷെ ഇവര് സ്ക്രിപ്റ്റ് അല്ല. അങ്ങനെ അങ്ങനെ എങ്ങനെ വിശദീകരിക്കും? നീ എന്താ സ്ക്രിപ്റ്റ് ചെയ്തതപ്പോ? ഞാൻ ഒരു പാട്ട് പാടി. എനിക്ക് എമ്മിന്റെ പാട്ടൊക്കെ അങ്ങനെ പാടാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്താ നീ സ്ക്രിപ്റ്റ് ചെയ്തത്? അപ്പൊ നീ അയാളോട് സംസാരിച്ചത് സ്ക്രിപ്റ്റാ? അല്ല അല്ല അല്ല, സോറി. പശ്ചാത്താപം എത്തുകയോ ഞാൻ റെസ്പെക്ട് നമ്മള് ബഹുമാനിക്കണ്ടവരെ. പക്ഷെ ഞാൻ പിന്നെ നീ ഡിസ്റെസ്പെക്ട് ചെയ്ത് അയാളോട് നിങ്ങളെ പാട്ട് കൊള്ളൂലെന്ന് പറഞ്ഞില്ലേ നീ? വലിയ സമയത്ത് പാടില്ല. കറക്റ്റ് വരി ഞാൻ ഉദ്ദേശിച്ച ഞാൻ പാടില്ല. നീ ഉദ്ദേശിച്ചതാ? അയ്യോ എന്ത് പിന്നെ കഴിഞ്ഞാലും കഴിഞ്ഞ്. ഇനി എന്റെ പണിഷ്മെന്റ് പറ, അത് കഴിഞ്ഞിട്ട്. നാളെ ഞാൻ ലീവാണ്. ഇറ്റ്സ് സ്ക്രിപ്റ്റ് കണ്ടന്റ് മേക്കർ നല്ല കിടിലം പോലെ ചെയ്യും. മനസ്സിലായി? ആസ്പാക്ക് ഏതോ തീട്ട സാധനം സ്ക്രിപ്റ്റ് ചെയ്യലോ. നമുക്ക് പണ്ടത്തെ പോലെ സ്ക്രിപ്റ്റ് പഠനം കേട്ടോ. ആസ്പാക്ക് ഓൾഡ് തൊപ്പി പോലെ കിടിലൊരു സാധനം പ്ലാൻ ചെയ്യും. സ്ക്രിപ്റ്റ് അങ്ങ് പ്ലാൻ ചെയ്യും. പിന്നെ അത്രേ ഉള്ളൂ. ഇവർ എന്തായാലും സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ സ്ക്രിപ്റ്റ് അടിക്കാം. കുറെ കാലമായില്ലേ ഒരു സാധനം പ്ലാൻ ചെയ്തത്. ബാക്കിയുണ്ടോ സാധനം? ബാക്കിയുണ്ടോ എന്ന് സാധനം ഈ വീട്ടില് ഇതിന് കുറച്ച് എനിക്ക് റൂൾസ് പറയാനുണ്ട്. നീ കള്ള് നിന്റെ കെട്ടിറങ്ങി കഴിഞ്ഞാൽ നിന്നോട് കുറച്ച് സംസാരിക്കാണ്ട്. ആണ് ഈ ചൊപ്പതി. ഓക്കെ ഡാൻസ് ചെയ്യാൻ പറയുന്നത് നിന്നോട്.
ഡാൻസ് ബെല്ലി ഡാൻസ് നടുവയ്യ നാളെ കിടപ്പിലായി പോകും. ഡാൻസ് ചെയ്യുന്ന ഞാൻ പറയട്ടെ ആ പുള്ളിയിലെ ആ പുള്ളി ലൈവ് കാണുന്നുണ്ടോ മനസ്സിലായത് ബിഗ് ഡിസ്റെസ്പെക്ട് ആണ് അയാൾക്ക് ഇതൊരു ബിഗ് ഡിസ്റെസ്പെക്ട് ഇത് നമ്മള് പണിഷ്മെന്റ് കൊടുക്കേണ്ട വയസ്സാണ് മനസ്സിലാവും സംഭവം നമ്മള് കോമഡിയിലാക്കാം പക്ഷെ നാളെ ഇവന്റെ കട്ടിറക്കി ഇവന്റെ പണിഷ്മെന്റും കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഡാൻസും പരിപാടിയിലാക്കാം ഓക്കെ അപ്പം ഗൈസ് സീ ഗൈസ് ടുമോറോ നൈറ്റ് അപ്പം ഗുഡ് നൈറ്റ് നാളെ കാണാം 2 മണി കഴിഞ്ഞു ബൈ ഗൈസ് ലവ് യു ബൈ സീ യു ടുമോറോ BGM ലേറ്റ് ആണ് പ്ലീസ് പിന്നെ കളിക്കാം നാളെ നോക്കാം ഓക്കെ ബൈ സീ യു